നമ്മുടെ നാട്ടിലെ ബഹുഭൂരിഭാഗം വരുന്ന മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകളൊക്കെ ഇസ്ലാം അല്ലത്രേ. രാത്രിയുടെ യാമങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി ആരാധനകൾ അർപ്പിക്കുന്ന, ദിക്റിന്റെ മന്ത്രധ്വനികൾ ഉരുവിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉച്ചരിക്കുന്ന നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ഉപ്പമാരുള്ള നമ്മുടെ കേരളത്തിലെ മുസ്ലിമീങ്ങളിൽ അധിക പേരും വിശ്വാസികളല്ലത്രേ, മുസ്ലിമീങ്ങളല്ലത്രേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ആ പാപം മുസ്ലിയാരുണ്ടല്ലോ, അദ്ദേഹം ഭയങ്കര സങ്കടത്തിലാണ്. അദ്ദേഹം സങ്കടപ്പെടാൻ വേണ്ടി കാരണം, കാസർഗോഡ് ഒസങ്കടി എന്ന് പറയുന്ന പ്രദേശമുണ്ടല്ലോ, അവിടെ വെച്ച് മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന മുജാഹിദിന്റെ പണ്ഡിതനുണ്ടല്ലോ, പ്രഭാഷകനുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞു അത്രേ, സമസ്തക്കാർ ഇസ്ലാമല്ല എന്ന്, സമസ്തക്കാർ മുസ്ലിങ്ങളല്ല എന്ന്, സമസ്തക്കാർ കാഫറുകളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അത്രേ. അതിന്റെ സങ്കടം സഹിക്കാൻ കഴിയാതെ അദ്ദേഹം ഒരു വീഡിയോ ഇറക്കിയിരിക്കുകയാണ്. ഒരു സങ്കടപ്പെട്ടുകൊണ്ട് അദ്ദേഹം പലതും പറയുകയാണ്. അദ്ദേഹം പലതും മറന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് ഓർക്കുമ്പോൾ എനിക്കും സങ്കടമായി. അതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താൻ ചില കാര്യങ്ങളുമായി നിങ്ങളുടെയൊക്കെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തിന്റെ ആ സങ്കടപ്പെട്ടുകൊണ്ടുള്ള സംസാരം ഒന്ന് കേൾക്കാം. നിന്ന് വിഷം വമിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? താടിയൊക്കെ അല്പം നിറച്ചിട്ടുണ്ട്, പക്ഷേ വമിക്കുന്നത് മുഴുവനും അതിമാരകമായ വിഷമാണ്. അതെ, അതിമാരകമായ വിഷമാണ്. ആരിൽ നിന്ന് വമിക്കുന്നത്? മുജാഹിദ് ബാലുശ്ശേരിയിൽ നിന്ന്. അദ്ദേഹത്തിന്റെ താടിയൊക്കെ കുറച്ചൊക്കെ നിരച്ചിട്ടുണ്ട്. അതെ, താടിയൊക്കെ കുറച്ച് നിരച്ച ഒരു മുസ്ലിയാര് കുറച്ച് നാളുകൾക്ക് മുമ്പേ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്കും ഇതേപോലെ തന്നെ സങ്കടം തോന്നിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് കൂടി ഒന്ന് മുസ്ലിയാർ കേൾക്കുന്നത് നല്ലതായിരിക്കും, സങ്കടം ഒന്ന് മാറിക്കിട്ടാൻ. ആൾക്കാർ വിചാരിക്കുന്നത് എന്താണ്? വഹാബികൾ എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിങ്ങളില്ലെന്ന്. ആരാ പറഞ്ഞത് ഒരു മുസ്ലിങ്ങളാണെന്ന്? അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞത്, നിങ്ങൾ അവരുമായി സലാം പറയാൻ പാടില്ല, അവരുമായി നിങ്ങൾ കൂടിപ്പെരുമാറാൻ പാടില്ല, അവര് മരിച്ചാൽ നിങ്ങൾ അവരുടെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല, അവരുടെ പുറകിൽ പോയി നിസ്കരിക്കാൻ പാടില്ല, അവരെ നിങ്ങൾ വിരുന്നിന് വിളിക്കാൻ പാടില്ല, അവര് നിങ്ങളെ വിരുന്നിന് വിളിച്ചാൽ നിങ്ങൾ തിരസ്കരിക്കണം, അവരുമായിട്ട് ഒരു ഇടപാടിൽ നമ്മൾ പെടാൻ പാടില്ല, അവരുമായിട്ട് അവര് വേറെ നമ്മൾ വേറെ. കേട്ടില്ലേ? അവര് വേറെ എന്നാ പറയുന്നത്, നമ്മൾ വേറെ എന്നാ പറയുന്നത്. ഉപ്പ മുജാഹിദാണ് എങ്കിൽ, മകൻ മുജാഹിദാണ് എങ്കിൽ, ഭാര്യ മുജാഹിദാണ് എങ്കിൽ, ഭർത്താവ് മുജാഹിദാണ് എങ്കിൽ, അങ്ങനെ ജ്യേഷ്ഠാനുജന്മാർ, അങ്ങനെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ മുജാഹിദാണ് എങ്കിൽ അവർ മരിച്ചാൽ അവരുടെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പാടില്ല എന്നാ പറയുന്നത്. അവരുമായി ഒരു രീതിയിലെ ബന്ധം പാടില്ല എന്ന് പറയുന്നത്. ഒരു മുജാഹിദുകാരൻ സലാം പറഞ്ഞ് കൈനീട്ടുമ്പോൾ, സ്വന്തം മകൻ കൈനീട്ടുമ്പോൾ ഉപ്പ കൈതട്ടിക്കൊണ്ട് മുഖം കനപ്പിച്ച് ഉണ്ടാകെ പോവുകയാണ് ചെയ്യുന്നത് എങ്കിൽ എത്രമാത്രം സങ്കടമുണ്ടാകും. ഒത്തിരി സങ്കടമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. ലോക മുസ്ലിങ്ങളെ മുജാഹിദ് ബാലുശ്ശേരി ഖുർആന്റെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് കാഫിറാക്കുകയാണ് എന്ന് സങ്കടത്തോടെയാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് എന്ന് നമുക്ക് കേൾക്കണ്ടേ? നമുക്കത് കേൾക്കാം. അധ്യായം 45-ാമത്തെ വചനം, അതിൽ അല്ലാഹ് പറയുന്നത് അറിയോ? സമസ്ത ഇസ്ലാം അല്ല. അങ്ങനുണ്ടോ? അങ്ങനുണ്ട്. സമസ്തക്കാരെ പറ്റി പറയാണ്. സമസ്തക്കാരും മുജാഹിദുകളും തമ്മിലുള്ള തർക്കത്തിന് അല്ലാഹ് തീർപ്പ് കൽപ്പിക്കുക. 39-ാമത്തെ ഞാൻ ഒരേ ഒരു കാര്യം ഒന്ന് ആവശ്യപ്പെടുകയാണ്. അങ്കടി മുഖറുകാരും 39-ാം അധ്യായത്തിലെ 45 മാത്രങ്ങൾ ഇന്ന് പോയിട്ട് നിങ്ങളുടെ പണ്ഡിതന്മാർ എഴുതിയ പരിഭാഷ ഒക്കെയാണ്. ഇന്ന് നിങ്ങൾ മുജാഹിദാവും. നിങ്ങൾ സത്യമാണ് അന്വേഷിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സമസ്തയായിട്ട് അങ്ങനെ തുടരും. എന്താ? നമ്മുടെ നാട്ടിലെ ബഹുഭൂരിഭാഗം വരുന്ന മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകളൊക്കെ ഇസ്ലാം അല്ലത്രേ. രാത്രിയുടെ യാമങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി ആരാധനകൾ അർപ്പിക്കുന്ന, ദിക്റിന്റെ മന്ത്രധ്വനികൾ ഉരുവിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉച്ചരിക്കുന്ന നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ഉപ്പമാരുള്ള നമ്മുടെ കേരളത്തിലെ മുസ്ലിമീങ്ങളിൽ അധിക പേരും വിശ്വാസികളല്ലത്രേ, മുസ്ലിമീങ്ങളല്ലത്രേ. അള്ളാഹിനെ പറ്റി മാത്രമായിട്ട് പ്രസ്താവിക്കപ്പെട്ടാൽ അങ്ങനെ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്ന് പറഞ്ഞാൽ സഹിക്കാത്ത ചില ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. ഒന്ന് കേട്ടോളിട്ടോ, ശരിക്കും മനസ്സിലായിക്കോളി. പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം, നേർച്ച അള്ളാഹ്ക്ക് മാത്രം, ആ മാത്രം കേട്ടാ ദേഷ്യം പിടിക്കുന്ന ചില ആളുണ്ട്. എന്നിട്ടോ ഓർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. അതെന്താ? അള്ളാന്റെ കൂടെ സിയമടൂരിനെ വിളിക്കാന്ന് പറഞ്ഞു, ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഏപ്പിക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇങ്ങനൊക്കെ ഖുർആനിലുണ്ടോ? ഇങ്ങനൊക്കെ ഖുർആനിലുണ്ട്. ഏപ്പിക്ക് ഹാപ്പി ആയിരിക്കും എന്ത് പറഞ്ഞാല്, അള്ളാന്റെ കൂടെ മൊയ്തീൻ വിളിക്കാറിനാൽ, അള്ളാന്റെ കൂടെ മമ്പർന്നങ്ങളെ വിളിക്കാറിനാൽ ഓൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഒരു കാഫറുകളാണ്. ഞാൻ പറയാലോ, എന്നോട് ദേഷ്യം പിടിക്കണ്ട, കാഫറുകളാണെന്ന്
വിശ്വാസികളായ സുന്നികളായ മുസ്ലിമീങ്ങളൊക്കെ കാഫിറുകളാണത്രേ. കാസർഗോഡ് ജില്ലയിലെ അങ്കടിമുഖർ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ പോയിട്ട് മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഈ പ്രഭാഷകൻ പ്രസംഗിക്കുമ്പോൾ വമിക്കുന്ന വിഷവിത്തുകളാണ് സഹോദരന്മാരെ നിങ്ങൾ കേട്ടത്. വിശ്വാസികളായ ആളുകളെ പരിശുദ്ധമായ ഖുർആനു ഷരീഫിന്റെ ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ച് കാഫിറെന്ന് ജനങ്ങളുടെ മുമ്പിൽ ലജ്ജയില്ലാതെ പറയാൻ മടി കാണിക്കാത്ത ഈ ആളൊക്കെ മുസൽമാനാണോ എന്ന് നിങ്ങൾ ആലോചിച്ചോളൂ. സഹോദരങ്ങൾ, ഇവിടെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് എന്താണ്? 39-ാമത്തെ അധ്യായത്തിലെ 45-ാമത്തെ വചനം നിങ്ങൾ സമസ്തയുടെ നിങ്ങളുടെ പണ്ഡിതന്മാർ എഴുതിയ ഖുർആൻ പരിഭാഷയിൽ നിന്ന് നോക്കണം. അങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ മുജാഹിദാകും എന്നാ പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ ഉസ്താദായ ഏതെങ്കിലും പണ്ഡിതന്റെ പരിഭാഷ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കണം. 39-ാം അധ്യായത്തിലെ 45-ാമത്തെ വചനം അങ്ങനെ നോക്കിയാൽ നിങ്ങൾ മുജാഹിദാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സമസ്തക്കാർ മുസ്ലിങ്ങളല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നമുക്ക് ആ പരിഭാഷയൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കുകയല്ലേ വേണ്ടത്? അതിനു പകരം ഇദ്ദേഹം പറയുന്നത് കേട്ടില്ലേ? എന്തുമാത്രം സങ്കടകരമായ കാര്യമാണ്. ഒക്കെ കാഫറുകളാണ് എന്നാ പറഞ്ഞത്. സമസ്തക്കാരൊക്കെ കാഫറുകളാണ്. ഉമ്മമാരും ഉപ്പമാരും അടക്കമുള്ള ലക്ഷക്കണക്കിന് സമസ്തക്കാരൊക്കെ കാഫിറാണ് എന്നാണ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത്. വല്ലാത്ത സങ്കടം തന്നെയാണ്. എങ്കിൽ ഉസ്താദെ, നിങ്ങൾ മറന്നുപോയ മറ്റൊരു കാര്യമുണ്ട്. നിങ്ങളുടെ സമസ്തക്കാരുടെ ഒരു പുസ്തകമുണ്ടല്ലോ, സുന്നി വേദി എന്ന് പറയുന്ന. ആ സുന്നി വേദിയിൽ ഒരു ലേഖനം വന്നിട്ടുണ്ട്. വഹാബികളും മൗദൂദികളും ഖാദിയാനികളും അറുത്ത സാധനങ്ങളൊന്നും നാം തിന്നാൻ പാടില്ലാത്തതാണ്. അതുപോലെ അവർക്ക് സലാം പറയുവാനോ മടക്കുവാനോ പാടില്ല. വഹാബികളും മൗദൂദികളും ഖാദിയാനികളും അറുത്ത സാധനങ്ങളൊന്നും നാം തിന്നാൻ പാടില്ലാത്തതാണ്. അതുപോലെ അവർക്ക് സലാം പറയുവാനോ മടക്കുവാനോ പാടില്ല. വഹാബികളും മൗദൂദികളും അസ്ലിയായ കാഫറുകളെക്കാൾ കടുത്ത കാഫറുകളല്ലേ എന്ന് മുസ്ലിങ്ങൾ ചിന്തിച്ച് നോക്കുക. വല്ലാത്ത സങ്കടമാണല്ലോ മുസ്ലിയാരെ ഇത്. അസ്ലിയായ കാഫറുകളെക്കാൾ കടുത്ത കാഫറുകളാണ് എന്നാ പറഞ്ഞത് സെലഫികളെ കുറിച്ച്. നമ്മുടെ ഷെയ്ഖ് സുദൈസും ഷെയ്ഖ് ഷുറൈമും ഒക്കെ ഒറിജിനൽ കാഫറുകളെക്കാൾ കടുത്ത കാഫറുകളല്ലേ? അവര് തുടർന്ന് നിസ്കരിക്കാൻ വേണ്ടി പറ്റുമോ? അവരെന്ന് പറയാറ് അവര് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ പേര് കൊടുത്തിട്ട് ഒരു കൂട്ടര് ഉണ്ട്. അവരെ പ്രബോധനത്തിലും ഇത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. എന്റെ ദൃഷ്ടിയിൽ രണ്ടു കൂട്ടരും മുസ്ലിമുകളെ അല്ല, കാഫിറുകളാണെന്ന്. വിശ്വാസികളായ സുന്നികളായ മുസ്ലിമീങ്ങളൊക്കെ കാഫിറുകളാണത്രേ. അയൽവാസി സലഫി ഉണ്ടെങ്കിൽ കൊടുക്കേണ്ട വെള്ളം അവന്റെ വെള്ളം വാങ്ങാൻ വേണ്ട, അവന്റെ പരിപാടിക്ക് പോകണ്ട. അയൽവാസിയായ സലഫി മരിച്ചാൽ അവന്റെ പൊരക്ക് പോകണ്ട, അവന്റെ മയ്യത്ത് സംസ്കരണത്തിൽ കൂടണ്ട, വെള്ളം ചോദിച്ചാൽ കൊടുക്കണ്ട. അതേസമയം അയൽവക്കക്കാരനായ ഒരു ഹൈന്ദവ സുഹൃത്ത് അവൻ വെള്ളം കേട്ടാൽ കൊടുക്കണം, ഭക്ഷണം കേട്ടാൽ കൊടുക്കണം. നിങ്ങൾ താജുശ്ശേരി ആലിക്കുഞ്ഞ് ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ടില്ലേ? നിന്റെ വീട്ടിന്റെ അടുത്തൊരു BJP-ക്കാരന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു കുഞ്ഞ് കരയുന്നത് കേട്ടാൽ നീ രാത്രി പോകണം, അവിടെ ചോദിക്കണം എന്റെ കുട്ടി കരയുന്നെന്ന്. വെള്ളം വേണമെങ്കിൽ വെള്ളം കൊടുക്കണം, കഞ്ഞി വേണമെങ്കിൽ കഞ്ഞി കൊടുക്കണം. അതേസമയം സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയായവന്റെ വീട്ടിലേക്ക് നീ കടക്കാൻ പാടില്ല. കാരണം നീ പോയാൽ നീയും അവന്റെ കൂട്ടത്തിൽ പെട്ടുപോകും. അവർ മരിച്ചാൽ കാണുക പോലും ചെയ്യരുത്, രോഗികളായാൽ സന്ദർശിക്കരുത്. നമ്മൾ മരിച്ചാൽ വീട്ടിലേക്ക് വന്നാൽ പോട പുറത്ത് വരും, മെല്ലെ കപ്പന മാതിരി പൂച്ച സന്യാസിയായിട്ട് വരും നമ്മളെ പൊരക്ക്. നമ്മളെ പൊരയിൽ ആരെങ്കിലും മരിച്ചാൽ മെല്ലെ വരും. എന്തിനാടാ നീ ഇവിടെ വരുന്നത്? പോപ്പുറത്ത് ഗെറ്റ് ഔട്ട് എന്ന് പറയണം സഹോദര. അതിന്റെ ധൈര്യം കാണിക്കണം നമ്മൾ. അങ്ങനെ ധൈര്യം കാണിച്ചാൽ ഇവിടെയുള്ള സലഫികൾ അടങ്ങി മൂലക്കിരിക്കും. അവന്റെ ചങ്ങായിപ്പാടാക്കിയിട്ട്, അവന്റെ കച്ചവടത്തിന് പാർട്ട്ണർഷിപ്പ് ആക്കിയിട്ട്, അവന്റെ കൂടെ കല്യാണ മാരേജ് ഹാളിൽ പാർട്ട്ണറായിട്ട് സുന്നികളെ കബളിപ്പിക്കാൻ കുറെ ബിസിനസ് ചെയ്യുന്ന ആളുണ്ട്. ഉസ്താദ് അങ്ങനെ നോക്കിയ കാവുട ബിസിനസ് അല്ലേ? ബിസിനസ് ഹലാലാകണ്ടേ? ഹലാലായ സമ്പത്ത് കിട്ടണ്ടേ? ആഖിബത്ത് നന്നായിട്ട് മരിക്കണ്ടേ? ബിസിനസ് ആയാലും കച്ചവടമായാലും എന്ത് വിഷയങ്ങളായാലും ഒരിക്കലും തബ്ലീഗുകാരോ ജമാഅത്തെ ഇസ്ലാമി തബ്ലീഗ് തീവ്രവാദികളോ ഒരിക്കലും നമ്മൾ കൂട്ടുകൂടാൻ പാടില്ല. ഡേഞ്ചർ വിഭാഗമാണ് അവർ. അവരെ നായി തൊട്ട കലം പോലെ മൂലയിൽ കൊണ്ടുപോയി വെക്കണം. അവരൊരു വഴിയിൽ വന്നാൽ നമ്മൾ വഴിവിട്ട് സഞ്ചരിക്കണം. ആ വഴിയിലൂടെ ഞങ്ങൾ നീങ്ങാൻ പാടില്ല. അവനൊരു സലഫി ബസ്സിൽ കയറിയാൽ ആ ബസ്സിൽ നമ്മൾ കയറാൻ പാടില്ല. അത്രയും ഡേഞ്ചർ ഉണ്ട് സഹോദര. അവന്റെ കാറ്റടിച്ചിട്ടാണ് അവന്റെ പള്ളിയിൽ നമ്മൾ പോകാനും പാടില്ല. ശംസുൽ ഉലമ പണ്ട് പറഞ്ഞിട്ടുണ്ട്, സമസ്ത 60-ാം വാർഷിക മഹാസമ്മേളനത്തിൽ മഹാനായ ശംസുൽ ഉലമ പറഞ്ഞിട്ടുണ്ട്, അവരുടെ പള്ളി ബിൽഡിംഗ് ആണ്. പ്രസംഗിക്കുമ്പോൾ വമിക്കുന്ന വിഷവിത്തുകളാണ് സഹോദരന്മാരെ നിങ്ങൾ കേട്ടത്. മുജാഹിദ് ബാലുശ്ശേരി ഇവിടെ പറഞ്ഞത് ഞാൻ പറയുകയല്ല, ഖുർആൻ പറയുകയാണ്. കാഫറുകളുടെ സ്വഭാവത്തെ കുറിച്ച് പറയുകയാണ്. അള്ളാഹുവിനെ മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര വിഷമമായിരിക്കും. എന്നാൽ അള്ളാഹുവിന്റെ കൂടെ
മമ്പറന്തങ്ങളെയും മുനമ്പത്തി ചേച്ചിയും ഓച്ചിറ ദാമോദരൻ അയ്യപ്പനെയും സി എം മടവൂരിനെ ഒക്കെ വിളിച്ചു കഴിഞ്ഞാലോ ഭയങ്കര ഹാപ്പി ആയിരിക്കും. എ പിക്കാർക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പൊ ഇവിടെ അങ്ങനെ പറയാത്തത് കൊണ്ടാണല്ലോ നമ്മളെ മുസ്ലിയാർക്ക് ഭയങ്കര സങ്കടം വന്നത്. എന്നാൽ മുസ്ലിയാർക്ക് മുജാഹിദ് ബാലുശ്ശേരി പറയേണ്ടത് എന്താണ്? മുജാഹിദ് ബാലുശ്ശേരി എവിടെ പറയേണ്ടത്? നിങ്ങൾ മമ്പറന്തങ്ങളെ വിളിച്ചോട്ടോ, നിങ്ങൾ മുനമ്പത്തി ചേച്ചിനെ വിളിച്ചോട്ടോ, നിങ്ങൾ ഓച്ചിറ ദാമോദരൻ അയ്യപ്പനെ വിളിച്ചോട്ടോ, നിങ്ങൾ മജ്ദൂബായ ഷെയ്ഖായ സി എം മടവൂരിനെ വിളിച്ച് എന്റെ മാനസിക രോഗം മാറ്റിത്തരണേ എന്നൊക്കെ വിളിച്ചോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉസ്താദ്, നമ്മുടെ ഈ സങ്കടപ്പെടുന്ന ഉസ്താദ് ഭയങ്കര ഹാപ്പി ആയിരിക്കും. എ പിക്കാരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇതാണ് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത്. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നവർ കാഫറുകളാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്നാ പറഞ്ഞത്. നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം വരെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായി ബോധ്യപ്പെടും. ഇത് മുജാഹിദുകളുടെ വക പറയുന്നതല്ല. ഇങ്ങനെയുള്ള വിശ്വാസം, സമസ്തക്കാർ വെച്ച് പുലർത്തുന്ന വിശ്വാസമുണ്ടല്ലോ, അതാണല്ലോ മുജാഹിദ് ബാലുശ്ശേരി എടുത്തു പറയാൻ വേണ്ടി കാരണം. ഇങ്ങനെയുള്ള വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകളെ കുറിച്ച് എന്താണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷയം മനസ്സിലാകുമല്ലോ. വിശ്വാസികളായ ആളുകളെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിന്റെ ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ച് കാഫിർ എന്ന് ജനങ്ങളുടെ മുമ്പിൽ ലജ്ജയില്ലാതെ പറയാൻ മടി കാണിക്കാത്ത ഈ ആളൊക്കെ മുസൽമാനാണോ എന്ന് നിങ്ങൾ ആലോചിച്ചോളൂ. ഏതിനെ കുറിച്ച്? മുജാഹിദ് ബാലുശ്ശേരി സമസ്തയുടെ ഖുർആൻ പരിഭാഷ എടുത്ത് നോക്കാൻ വേണ്ടിയിട്ടാണല്ലോ പറഞ്ഞത്. ആ ഖുർആൻ പരിഭാഷകളെ കുറിച്ച് ഉസ്താദ് എന്താണ് പറയാനുള്ളത് എന്നൊന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. ഇവിടെ കൂറ്റനാട് മുസ്ലിയാർ ചെയ്തത് എന്താണ്? പച്ച തോന്നിവാസമാണ് എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. എന്താണ് എഴുതി വെച്ചിട്ടത്? ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിവാസവുമാണെന്നും അത് എഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ദും കാഫറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി, ആര്? സമസ്തയുടെ സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചത് ജനങ്ങൾ മറന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ മറന്നിട്ടുണ്ടാകാൻ സാധ്യതയില്ല. ബോധപൂർവം മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ മുജാഹിദ് ബാലുശ്ശേരി കേരളത്തിലെ ഉമ്മമാരെയും ഉപ്പമാരെയും അടക്കമുള്ള ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കാഫിറാക്കിയിരിക്കുന്നു എന്ന സങ്കടം മാത്രമാണ് മുസ്ലിയാർക്ക് ഇവിടെ പറയാനുണ്ടായിരുന്നത്. ഇയാൾ പറയുന്ന വിടുവായിത്തങ്ങളൊക്കെ സത്യമാണോ തെറ്റാണോ എന്നൊരു പരിശോധന നിങ്ങൾ നടത്തിയോ? അത് സമസ്തക്കാരെ കുറിച്ചാണോ പറഞ്ഞത്? അത് സുന്നികളായ ബഹുഭൂരിഭാഗം വരുന്ന മുസ്ലിമീങ്ങൾ കാഫിറാണ് എന്നാണോ പറഞ്ഞത്? ഇയാൾ പറയുന്ന വിടുവായിത്തം അണ്ണാക്ക് തൊടാതെ നിങ്ങൾ വിഴുങ്ങിയിരിക്കുകയാണോ? എങ്കിൽ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ബഹുമാനപ്പെട്ട ഇമാമുന തബരി റളിയല്ലാഹു അൻഹു വഇദാ ദുകിറല്ലദീന മിൻ ദൂനിഹി എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ തഫ്സീർ പറയുകയാണ്, വഇദാ ദുകിറൽ ആലിഹതല്ലതി യദ്ഊനഹാ മിൻ ദൂനില്ലാഹി മഅല്ലാഹി. അതായത് ഈ ആയത്തിൽ വിവക്ഷിക്കുന്നത് ഇവിടെ അള്ളാഹുവിനെ കൂടാതെ എന്ന് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വിശ്വസിക്കാത്ത അല്ലാഹുവല്ലാത്ത ഇലാഹുകളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഹൃദയം ബേജാറാകുമെന്നാണ് പറഞ്ഞത്. ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാ അംഗീകരിക്കാത്ത ആളുകളോട് അവരുടെ ഇലാഹുകളെ കുറിച്ച് പറയുമ്പോൾ അവർ ബേജാറാകും എന്നാണ് മുസ്ലിയാർ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. എങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാ അംഗീകരിക്കുന്ന കുരുവട്ടൂർ തരീക്കത്തുകാരെ കുറിച്ച് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി അടക്കമുള്ള മുസ്ലിയാക്കന്മാർ എന്താണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്? അവര് വേറൊരു അള്ളാഹ് ഉണ്ട് എന്ന് വിശ്വസിച്ചവരാണോ? അല്ലല്ലോ. എന്തൊക്കെയാ പറഞ്ഞു വെച്ചിട്ടുള്ളത്? ഇനി മടവൂരാരാ പടച്ചോനാണെന്ന് പാട്ടുപാടിയവനെ കുറിച്ച് എന്താണ് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പറഞ്ഞു വെച്ചിട്ടുള്ളത്? ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന വീഡിയോ ആണല്ലോ. ആണോ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിക്കുന്നത് നല്ലതാണ്. അടുത്ത് ഞാനൊരു പാട്ട് കേട്ടു 2-3 ദിവസം മുമ്പ്. അതിൽ പറയുന്നത് ഹൂ അല്ലാ മടവൂര് എന്ന് പറഞ്ഞിട്ടാണ് പാട്ട്. അതേപോലെ തന്നെ മടവൂരാരാ പടച്ചോന, ഞങ്ങളെ പടച്ചോ മടവൂരാ, ഇങ്ങനെ പറയുന്നതാണ് കേട്ടത്. ഒരാൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി ഖാലിഖാണെന്നോ അല്ലെങ്കിൽ അള്ളാഹുവാണെന്നോ ദൈവമാണെന്നോ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവന്റെ ഭാര്യ അവനെ ഹലാലല്ല, അവന്റെ മക്കളുടെ വിവാഹം അവന് പറ്റൂല, അവന് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ഇസ്ലാം എന്ന് പുറത്തു പോയാൽ പിന്നെ അവൻ ഇസ്ലാമിന്റെ ഒരു സംഗതിയുമില്ല, ഇസ്ലാമിന്റെ മൈതാനിയിൽ അവനെ മറിയാൻ പറ്റൂല. അതുകൊണ്ട് ഒരാളെ വിശ്വാസത്തിലും തകരാറ് സംഭവിക്കാൻ പാടില്ല. എന്തും പറയാം, എന്തും ചെയ്യാം എന്ന് വിചാരിക്കാൻ പാടില്ല. അങ്ങനെ ഇലാഹാണെന്ന് വിശ്വസിക്കാതെ കൊടുത്ത കഴിവുകൊണ്ട് പടച്ചവനായി കഴിഞ്ഞാൽ, കൊടുത്ത കഴിവുകൊണ്ട് അള്ളാഹ് ആയി കഴിഞ്ഞാൽ, നിങ്ങൾ പറയുന്നത് അങ്ങനെയാണല്ലോ, അള്ളാഹു യഥേഷ്ടം കൊടുക്കുമെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ഈ വിശ്വാസം വെച്ച് പുലർത്തുന്ന നിങ്ങളെ കുറിച്ച് മുജാഹിദ് ബാലുശ്ശേരിയല്ല, കേരളത്തിലെ മുജാഹിദുകളല്ല, നിങ്ങളൊക്കെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ എന്താ പറഞ്ഞിട്ടുള്ളത്? നിങ്ങളുടെ വിശ്വാസം എന്താണ്? മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും, ഉത്തരം ചെയ്യും. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാനാം നിങ്ങളുടെ കൽബകം എന്നവർ, വല്ലേ നീലേത്തിന്നും എന്നെ വിളിപ്പോർ വായ്പൂടാതുത്തിരം ചെയ്യും ഞാൻ എന്നവർ എന്നൊക്കെയാണല്ലോ നിങ്ങളെ വിശ്വാസം. ഇങ്ങനെയുള്ള വിശ്വാസം വെച്ച് പുലർത്തുന്ന നിങ്ങളെ കുറിച്ച്, സമസ്തക്കാരടക്കമുള്ള ആളുകളെ കുറിച്ച് അബ്ദുൽ ഹൈ ലഖ്നവി എന്നറിയപ്പെടുന്ന പണ്ഡിതൻ, നിങ്ങളുടെ ഉസ്താദുമാർ തന്നെ
അംഗീകരിക്കുന്ന പണ്ഡിതൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ പറയപ്പെടുന്ന കാര്യം സുന്നികളെ മുഷിക്കാക്കുന്നു, സുന്നികൾ അള്ളാഹു അല്ലാത്തൊരു ആരാധന ചെയ്യുന്നു എന്നൊക്കെ ഈ പ്രസ്താവന നടത്തുന്നത് ഒരു ഇമോഷണൽ ആയിട്ട് ആൾക്കാരെ ഒരു പറ്റിക്കുക എന്ന നിലക്ക് മാത്രമാണ്. ഇത് മുജാഹിദുകൾ 1921 നടത്തുന്ന ഒരു പുതിയ കാര്യമൊന്നുമല്ല. ഇത്തരത്തിൽ ഉള്ള പിഴച്ച വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നവരെ അവരുടെ വിശ്വാസം ശിർക്കാണെന്നുള്ളത് വ്യക്തമായി തന്നെ പല പണ്ഡിതന്മാരും, ഇവർ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ പോലും ഇവര് മുജദ്ദിദാണെന്നും അതുപോലെ തന്നെ മുഹദ്ദിസ് ആണെന്നും അതുപോലെ തന്നെ ഇവരുടെ വലിയ ഇമാമാണെന്നും വിശേഷിപ്പിക്കുന്നവർ പോലും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ ശിർക്കും കുഫ്റാണെന്നുള്ള എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു തെളിവാണ്, അല്ല 2 തെളിവാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ പറയാൻ പോകുന്നത്. ഇവിടെ അബ്ദുൽ ഹൈ ലഖ്നവി റഹ്മത്തുള്ളാഹ് ഇവരുടെ നേതാവായിട്ടുള്ള അലവി സക്കാഫി പോലും അദ്ദേഹം ഇമാമാണെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ 2 ഫത്വകളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഒരു ചോദ്യമാണ്, മാ കൗലുക്കും ഫീ റജുലിൻ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഒരു മനുഷ്യനെ പറ്റിയിട്ട്? യദുന്നു, അദ്ദേഹം കരുതുന്നു, അന്നൽ ഔലിയാക്കൾ യഅലമൂന വയസ്മഊന നിദാഅൽ മുനാദ ഖരീബൻ വബഈദ, അദ്ദേഹം വിശ്വസിക്കുന്നു, ഈ പറയപ്പെടുന്ന ആൾ വിശ്വസിക്കുന്നു, ഔലിയാക്കളൊക്കെ അദ്ദേഹം അറിയുന്നു, അതുപോലെ തന്നെ അദ്ദേഹം കേൾക്കുന്നു. എന്ത് കേൾക്കുന്നു? വിളികൾ വിദൂരത്ത് നിന്നാകട്ടെ അതുപോലെ തന്നെ അടുത്തു നിന്നാകട്ടെ അത്തരം വിളികളൊക്കെ അദ്ദേഹം കേൾക്കുന്നു, അറിയുന്നു. വയസ്തമിദ്ദൂന, അതുപോലെ തന്നെ അദ്ദേഹം സഹായം തേടുന്നു, ബി അൽഫാദിൻ, വാക്കുകൾ കൊണ്ട്. ഏത് തരത്തിലുള്ള വാക്കുകൾ കൊണ്ട്? തഖൂലുഹ അൽ ഹാദിറു ലിൽ ഹാദിരി, ഒരു ഹാദിറായ മനുഷ്യൻ അല്ലെങ്കിൽ സ്ഥലത്തുള്ള മനുഷ്യൻ അദ്ദേഹത്തിന്റെ സായത്തിലുള്ള ഒരു വ്യക്തിയോട് സംസാരിക്കുന്നത് പോലെയുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? സഹായം ചോദിക്കുന്നു. എന്താണ് ഇത്തരത്തിലുള്ള ആളുടെ വിശ്വാസത്തെ പറ്റി ഒരു ചോദ്യം ചോദിക്കപ്പെട്ടു. ആരോട്? അബ്ദുൽ ഹൈ ലഖ്നവി റഹ്മത്തുള്ളാഹ്. അബ്ദുൽ ഹൈ ലഖ്നവി റഹ്മത്തുള്ളാഹ് എന്ന് പറയുന്ന പണ്ഡിതനാകട്ടെ ഇവരുടെ വലിയ പണ്ഡിതനായിട്ടുള്ള അഥവാ വഹാബികൾക്കൊക്കെ എതിരെ എഴുതിയിട്ടുള്ള ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ പേര് അദ്ദുറുസ് സനിയ ഫി റദ്ദി അലൽ വഹാബിയ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് അദ്ദേഹം. അദ്ദുറുസ് സനിയ ഫി റദ്ദി അലൽ വഹാബിയ എന്ന ഗ്രന്ഥം അത് എഴുതിയിട്ടുള്ളത് സൈനി ദഹ്ലാൻ എന്ന് പറയുന്ന പണ്ഡിതനാണ്. ഈ സൈനി ദഹ്ലാൻ എന്ന പണ്ഡിതൻ, അദ്ദേഹത്തിൽ നിന്നും 14 വിഷയങ്ങളിൽ ഇജാസ് നൽകപ്പെട്ട ഒരു പണ്ഡിതനാണ് ഈ പറയപ്പെടുന്ന അബ്ദുൽ ഹൈ ലഖ്നവി റഹ്മത്തുള്ളാഹ്. അദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാദാ റജുലുൻ ഫാസിദുൽ അഖീദത്തി, ഈ പറയപ്പെടുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ വിശ്വാസം പിഴച്ചതാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസം അഹ്ലുസുന്നൽ ജമാഅത്തിന്റെ വിശ്വാസം എന്നോ അദ്ദേഹത്തിന്റെ വിശ്വാസം ശരിയാണെന്നല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ വിശ്വാസം പിഴച്ചതാണ്. മാത്രമല്ല ബൽ പോരാ, യുഖ്ഷ അലൈഹിൽ കുഫ്റു, അദ്ദേഹത്തിന്റെ മേൽ കുഫ്ർ ഭയപ്പെടണം. അപ്പൊ ഇവിടെ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന വല്യ നിലത്തിനും എന്നെ വിളിപ്പോർക്ക് വായ്പൂട ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ എന്ന തരത്തിലുള്ള വിശ്വാസത്തിനെ പറ്റിയിട്ടാണ് ചോദ്യമുള്ളത്. അത്തരത്തിലുള്ള ചോദ്യത്തെ പറ്റി അബ്ദുൽ ഹൈ ലഖ്നവി റഹ്മത്തുള്ളാഹ് പറയുന്നു, ബൽ യുഖ്ഷ അലൈഹിൽ കുഫ്റു, അദ്ദേഹത്തിന്റെ മേൽ കുഫ്ർ ഭയപ്പെടണം. എന്തുകൊണ്ടാണ്? ഫഇന്ന സിമാഅൽ ഔലിയാ അന്നിദാഅ, കാരണം ഔലിയാക്കൾ വിദൂര സ്ഥലത്തു നിന്നും കേൾക്കുക എന്നുള്ളത്, മിൻ ബഈദ്, വിദൂര സ്ഥലത്ത് നിന്ന് കേൾക്കുക എന്നുള്ളത് ലൈസ ബിസാബിത്തിൻ, കാരണം ശറയിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യമെന്നല്ല. ഒരിക്കലും തന്നെ ഔലിയാക്കളൊക്കെ വിദൂര സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കേൾക്കുക, അള്ളാഹു തആല കേൾക്കുന്ന പോലെ കേൾക്കുക, അങ്ങനെ വിദൂര സ്ഥലത്തിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ലൈസ ബിസാബിത്തിൻ, അതൊരിക്കലും സ്ഥിരപ്പെട്ട കാര്യമല്ല. ഇനിയുള്ള അടുത്ത പോയിന്റ് ആണ്, അത് മുജ്മഉൻ അലൈഹി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. വൽ ഇൽമുൽ കുല്ലിയു, എല്ലാ അറിവും, എല്ലാ തരത്തിലുള്ള അറിവും, ബിജമീഅൽ ജുസ്ഇയാത്ത്, എല്ലാ ജുസ്ഇയായിട്ടുള്ള അഥവാ എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും അറിയുക എന്നുള്ള അറിവ്. ബിജമീഅൽ അസ്മാൻ, അതേപോലെ എല്ലാ സമയത്തും അറിയുക എന്നുള്ള ഒരു വിശേഷണം മുഖ്തസും ബില്ലാഹി ജല്ല വജല, അത് അല്ലാഹു തആലക്ക് മാത്രം അവകാശപ്പെട്ടുള്ള വിശേഷണമാണ്. ഇവിടെ ഒരു മുഹദ്ദീൻ ഷേഖിനോ അല്ലെങ്കിൽ അല്ലാഹു തആല അല്ലാത്ത ഏതൊരു പടപ്പിനോ ഇത്തരം വിശേഷണങ്ങൾ ഇല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്തവർക്ക് ഇത്തരം ഗുണവിശേഷണങ്ങൾ ഉണ്ടെന്നോ അല്ലെ അതിന്റെ അടിസ്ഥാനത്തിൽ സഹായം തേടുന്നതോ അതൊക്കെ ശിർക്കും കുഫ്റാണെന്നുള്ളത് ഇവർ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ പോലും എഴുതി വെച്ചുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഒരു ഫത്വയാണ് ഇവിടെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി റഹ്മത്തുള്ളാഹിയെ കുറിച്ചിട്ട് ഇങ്ങനെ ചില ആളുകളൊക്കെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഷൈഅൻ ലില്ലാ എന്ന രീതിയിൽ പറയുമ്പോൾ അതിന്റെ അവസ്ഥയെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, വലം യസ്ബുത് ശർഅൻ അന്നൽ ഔലിയാ ലഹും ഖുദ്റത്തുൻ അലാ സമാഇൻ നിദാഅ മിൻ അംകിനത്തിൻ ബഈദ,
ഔലിയാക്കളൊക്കെ വിദൂരത്തിൽ നിന്നും കേൾക്കുക എന്നുള്ള കാര്യമൊന്നും ഒരിക്കലും ദീനിൽ സ്ഥിരപ്പെട്ട കാര്യമല്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വമൻ ഇഅ്തഖദ അന്ന ഗൈറല്ലാഹി സുബ്ഹാനഹു വതആല ഹാദിറുൻ വനാദിറുൻ വആലിമുൽ ഖഫീ വൽ ജലി ഫീ കുല്ലി വഖ്തിൻ വഫീ കുല്ലി ആനിൻ ഫഖദ് അശ്റക. അദ്ദേഹം പറയുന്നു, ഒരാൾ വിശ്വസിക്കുകയാണ് അള്ളാഹുവിന് പുറമെ ഏതെങ്കിലും ഒരു വ്യക്തി, അതായത് ഏത് ശക്തിയാകട്ടെ ഏത് വ്യക്തിയാകട്ടെ, അദ്ദേഹം അല്ലെങ്കിൽ അത് ഹാദിറാണ് നാദിറാണ്, എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഉള്ള അവസ്ഥ ആണെങ്കിൽ, മറച്ചു വെച്ച കാര്യങ്ങളാകട്ടെ പ്രത്യക്ഷമാകുന്ന കാര്യങ്ങളാകട്ടെ അതൊക്കെ അറിയുന്നവരാണ് എന്നുള്ള വിശ്വസിക്കുകയാണെങ്കിൽ എല്ലാ സമയത്തും അതുപോലെ എല്ലാ അവസരങ്ങളിലും അവൻ അള്ളാഹുവിൽ പങ്കുചേർത്തു. നമുക്കറിയാം ഇവരുടെയൊക്കെ മൊയ്‌ദിമാലയിലൊക്കെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുവാൻ ഞാൻ നിങ്ങളെ കൽബകം എന്നവർ, അഥവാ ഉള്ളിലുള്ള കാര്യങ്ങൾ പോലും ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിശ്വാസക്കാരാണ് ഈ പറയപ്പെടുന്ന ആൾക്കാരൊക്കെ. അത്തരത്തിലുള്ള വിശ്വാസമൊക്കെ വെച്ചു പുലർത്തുന്നവരൊക്കെ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നു. അതുപോലെ തന്നെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും ഉത്തരം ചെയ്യും. വലിയ നിലത്തിൽ എന്നെ വിളിപ്പോർക്ക് വായ്പൂടാവുത്തീരും ചെയ്യും ഞാൻ എന്നവർ. ഇതാണ് ഇവരുടെ വിശ്വാസം, ഇതാണ് ഇവർ പാടിക്കൊണ്ടിരിക്കുന്നത്, ഇതാണ് ഇവർ വിശ്വസിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ കടുത്ത ശിർക്കാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് എന്ന് ഇവിടെ ഈ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന അതുപോലെ തന്നെ ലോകം അംഗീകരിച്ച പണ്ഡിതനാണ് ഷെയ്ഖ് അബ്ദുൽ ലഖ്നവി റഹ്മത്തുള്ളാഹി. അദ്ദേഹം മുഹദ്ദിസാണ്, മലിക്കുൽ മുഹദ്ദിസീനാണ് അദ്ദേഹത്തിന്റെ ലഖബ് അഥവാ വിളിപ്പേര്. അദ്ദേഹം ഇവരുടെ നേതാവായിട്ടുള്ള സയ്യിദ് ദഹ്ലാന്റെ ശിഷ്യൻ കൂടിയുമാണ്. അപ്പൊ അത്തരത്തിൽ ഉള്ള ഫത്വകളൊക്കെ ഇരിക്കെ ഞങ്ങൾ ഒരാളെ മുശ്രിക്കാക്കി കാഫിറാക്കി എന്നുള്ളത് അത് വെറുതെ ഉള്ള ഒരു വാക്ക് മാത്രമാണ്. ഏതൊരാള് വിശ്വാസം അത്തരത്തിൽ ശിർക്കാണെങ്കിൽ അത് ശിർക്കാണെന്ന് പറയുക തന്നെ ചെയ്യും. അത് ഞങ്ങളുടെ വകയല്ല, മറിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പണ്ഡിതന്മാർ ഏതൊരു കാര്യത്തിലാണോ പറഞ്ഞിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഈ വിശ്വാസം ശിർക്കാകുന്നു എന്നതിന് ഷെയ്ഖ് അബ്ദുൽ ഹൈ ലഖ്നി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ വകയെ പറഞ്ഞതല്ല, മറിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രമാണമായിട്ടുള്ള ഇജ്മാഇന്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം പറയുന്നു, അല്ലാഹു തആലനെ എപ്പോഴും കേൾക്കുന്നവരും അറിയുന്നവരും എന്നുള്ള വിശ്വാസത്തിലാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇവർ മൊയ്‌ദി ഷെയ്ഖ് റഹ്മത്തുള്ളാഹിനെ വിളിക്കുന്നത്. ആ വിശ്വാസമാകട്ടെ മുഅ്മിനീങ്ങളുടെ ഇജ്മാ ഉള്ള കാര്യമാണ്. ഇമാം ഖറാഫി റഹ്മഹുല്ലാ അദ്ദേഹം ഹിജ്റ 600 മരണപ്പെട്ടു പോയിട്ടുള്ള പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു, വകദാലിക യജിബു തൗഹീദുഹു തആല ബിഇസ്തിഖാഖിൽ ഇബാദ, അഥവാ അല്ലാഹു തആലയെ നിർബന്ധമായിട്ടും ആരാധിക്കുക എന്നുള്ള കാര്യത്തിൽ എന്താണ്, അത് അല്ലാഹു തആലക്ക് മാത്രം കൊടുക്കേണ്ട കാര്യമാണ്. മാത്രമല്ല ഉമൂമു തഅല്ലുഖു സിഫാതിഹി തആല, അതുപോലെ തന്നെ ആരാധനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അതിന് തഅല്ലുഖായതോ അത് ബന്ധ കാര്യങ്ങൾ അത് അല്ലാഹുവിലേക്ക് മാത്രം ഒറ്റയാക്കേണ്ട, അല്ലാഹു തആല മാത്രം ഏകത്വമാക്കേണ്ട കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? ഫയതഅല്ലഖു ഇൽമുഹു ബിജമീഇൽ മഅലൂമാത്ത്, അല്ലാഹു തആലയാണ് എല്ലാം അറിയുന്നവൻ. ഇത് ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗുണവിശേഷണമാണ്. അല്ലാഹു തആല അല്ലാതെ വേറെ ഒറ്റ സൃഷ്ടിക്കും അറിയില്ല. അതുപോലെ ഇറാദത്തുഹു ജമീഇൽ കായിനാത്ത്, അഥവാ എല്ലാ കാര്യം ഉണ്ടാവുക എന്നുള്ള ആ വിശേഷണം അത് അല്ലാഹു തആലക്ക് മാത്രം അവകാശപ്പെട്ടിട്ടുള്ള ഗുണവിശേഷങ്ങളാണ്. വബസറഹു ബിജമീഇൽ മൗജൂദാത്തിൽ ബാഖിയാത്തി വൽ ഫാനിയാത്ത്, അഥവാ നശിക്കുന്നതും അത് ശേഷിക്കുന്ന കാര്യങ്ങളും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു മാത്രമാണ്. വസമഉഹു ബിജമീഇൽ അസ്വാത്, അല്ലാഹു തആലയാണ് എല്ലാം കേൾക്കുന്നവൻ. വഖബറുഹു ബിജമീഇൽ മുഖ്ബിറാത്ത്, അതുപോലെ തന്നെ എല്ലാ അറിവുകളും ഒക്കെ അല്ലാഹു തആല മാത്രമാണ് അറിയുന്നവൻ. അപ്പൊ വേറെ ആരെങ്കിലും അള്ളാഹിന് പുറമെ ഇത്തരം ഗുണവിശേഷങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അവർ ശിർക്ക് ചെയ്തു എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ഫഹാദാ വനഹ്വുഹു, ഇതും ഇതുപോലുള്ള കാര്യങ്ങൾ തൗഹീദുൻ വാജിബുൻ ബിൽ ഇജ്മാഇ, ഇതാണ് പോയിന്റ്. അഥവാ ഇത്തരം ഗുണവിശേഷങ്ങളൊക്കെ അല്ലാഹു തആലക്ക് മാത്രം ഏകത്വമാക്കേണ്ടത് എന്ന കാര്യത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഇടയിൽ ഇജ്മാ അഥവാ ഏകത്വമുള്ള ഒരു കാര്യമാണ്. മിൻ അഹ്ലിൽ ഹഖ്, അഥവാ അഹ്ലുൽ ഹഖ് എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്ന വൽ ജമാഅ, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വീക്ഷണത്തിൽ ഇത് അല്ലാഹു തആലക്ക് മാത്രം ഏകത്വമാക്കേണ്ട ഗുണവിശേഷങ്ങളാണ്. ലാ മുശാറകത്തി അഹദിൻ ഫീ, ഒരൊറ്റ പടപ്പിനെയും ഒരൊറ്റ സൃഷ്ടിയെയും അതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത്തരം ഗുണവിശേഷങ്ങൾ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ മൊയ്‌ദി ഷേഖ് ആകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ എവിടുന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എന്ത് വിളിച്ചാലും കേൾക്കും, അതുപോലെ തന്നെ കൽബിലുള്ള അറിയും എന്നൊക്കെയുള്ള ഇവരുടെ വിശ്വാസങ്ങളൊക്കെ പിഴച്ച വിശ്വാസമാണ്. ഈ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ കഴിഞ്ഞ 2 ഫത്വകളൊക്കെ
അത്തരം വിശ്വാസം വെച്ച് പുലർത്തുന്നവരൊക്കെ ഫാസിദുൽ അഖീദത്തി എന്നും അതുപോലെ തന്നെ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നവരൊക്കെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടുള്ളതും ഇത് മുജാഹിദുകളുടെ വകയല്ല. വളരെ കൃത്യമായി തന്നെ ഇവിടെ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിയാരോട് സങ്കടപ്പെടുന്നതിനപ്പുറം വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ ഇങ്ങനെ സെന്റിമെന്റ്സ് അടിച്ച് ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് വീഡിയോ ഇറക്കി രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.